ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ യുവർ സൂപ്പർ മാഷ്. മക്കളെ, ഈ ഒരു വീഡിയോ ദുഃഖത്തോടാണോ അതോ പുഞ്ചിരിച്ചുകൊണ്ടാണോ ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായ ഒരു അറിവില്ല. കാരണം അതങ്ങനെയുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വരുന്നത്. അതായത് നമ്മുടെ വിദ്യാർത്ഥികളെ നന്നായി ബാധിക്കുന്ന, വിദ്യാർത്ഥികൾക്ക് സങ്കടകരമായ ഒരു വാർത്തയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ കേരളക്കാരെന്ന് പറയുന്നത്, അത് വലിയവരാവട്ടെ ചെറിയവരാവട്ടെ, എന്ത് കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും അത് വളരെ പുഞ്ചിരിയോടുകൂടി നേരിട്ട് അതിനൊരു സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നമ്മളെ കേരളത്തിലെ ഓരോ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അത് വിദ്യാർത്ഥികൾ മാത്രമല്ല, വലിയ ആളുകൾ. അപ്പോൾ അത് അധ്യാപകരാവട്ടെ, മറ്റുള്ള ആരും ആവട്ടെ. അപ്പം നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കാണാൻ. ഇനി എന്താണ് സാറേ കാര്യമെന്ന് വെച്ചാൽ, മക്കളെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവോ ഈ ഒരു കാര്യം? SCRTയിൽ ഇതുവരെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, SSLCൻ്റെ ഒക്കെ. പക്ഷേ കുറച്ച് ദിവസമായിട്ട് അത് കാണാതായിട്ടുണ്ട്. പക്ഷെ അത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അത് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സാറെ മാറ്റിയത്, അല്ലെങ്കിൽ പെട്ടെന്ന് കാണാതായതിൻ്റെ ഒരു ഗുട്ടൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയും പാറ്റേൺ മാറാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ SCRTയിൽ നിന്ന് ഇത് എടുത്തു മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി വരുന്നത്. പത്ര കട്ടിങ്സ് ഇതും കൂടി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി. ഇതിൽ പ്രത്യേകം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഒരു ഉഗ്രൻ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. പിന്നെയോ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. അതായത് ഏതൊരു കൺസെപ്റ്റ് ബേസ് പഠിച്ച് മാത്രമേ, അല്ലാതെ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് തലേ ദിവസം വെച്ച് പഠിച്ച് എക്സാം ഹാളിലേക്ക് പോയി ഏറ്റവും നല്ല മാർക്ക് വാങ്ങാമെന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്ക് ദുർബലപ്പെട്ടു പോകും. ആ ഒരു സ്വപ്നത്തിന് അധിക കാലം വായിച്ചുണ്ടാവില്ല, അധിക കാലം ആയുസ് ഉണ്ടാവില്ല. കാരണം മനസ്സിലാക്കി പഠിക്കേണ്ട ക്വസ്റ്റ്യൻസുകളാണ് ഇനി ഇടാൻ പോകുന്നത്. അതങ്ങനെയാണെങ്കിൽ ഇതെന്ന് മുതലാണ് നടപ്പിലാവുമെന്ന് വെച്ചാൽ, ഈ പത്ര കട്ടിങ്സ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഓണം എക്സാം മുതൽ തന്നെ നടപ്പിലാക്കും. അതിൻ്റെ ക്ലസ്റ്റർ മീറ്റിങ്ങിൽ ടീച്ചേഴ്സിനൊക്കെ അതിൻ്റെ ഈ നമ്മൾ പറയുന്ന അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മക്കളെ, ഈ ഓണപ്പരീക്ഷ മുതൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും ടഫായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇനി എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ വരാമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഈസി, ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെരി ടഫായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 30% നിങ്ങൾക്ക് ഈസി ആയിരിക്കും. 30% നിങ്ങൾക്ക് ഈസി ആയിട്ട് കുഴപ്പമില്ലാത്ത രൂപത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും, പാസ്സാവാനൊക്കെ പറ്റും. എന്നാൽ ഒരു 50% എന്തായിരിക്കും, മീഡിയം ടൈപ്പ്. അതായിരിക്കും ഈസി ആണെന്ന് വെച്ചാൽ ഈസി അല്ല, എന്നാൽ നല്ല ടഫാണെന്ന് വെച്ചാൽ നല്ല ടഫല്ല. കുഴപ്പമില്ലാതെ പഠിച്ചവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടു തുടങ്ങിയത് ഓരോ വർഷങ്ങളിലും 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴും നമ്മുടെ പാരൻസ്, നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞ കാര്യം, ഇനി 2 വർഷമുള്ളൂ SSLC ആവാൻ. 9ാം ക്ലാസ് ആയപ്പോൾ അവർ പറഞ്ഞു അടുത്ത വർഷം SSLC ആണ്. ഇപ്പം ഇതാ അങ്ങനെ പറഞ്ഞ് SSLC ആയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് SSLC ആയിരിക്കുന്നു. അറിയാം സാറേ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല മക്കളെ. നമുക്കിതിനെ സോൾവ് ചെയ്തെടുക്കണം. ആ ഒരു A+ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു 20% നമ്മൾ നേടിയേ മതിയാകുള്ളൂ. കാരണം 50% മീഡിയം, ഒരു കുഴപ്പമില്ലാതെ പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ച് അത് വെരി ഈസിയാണ്. ഇനി ഈസി ക്വസ്റ്റ്യൻ, അങ്ങനെ ഈ ഒരു 80% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 20% നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഹാർഡ് എന്നാണ് പറയുന്നത്. ഇതെന്തായാലും ഹാർഡായിരിക്കും, ടഫായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ ഒരു സംഭവം. അതായത് 30% ഈസി, 50% മീഡിയം, 20% ഹാർഡ് എന്നുള്ളത് സാറ് SSLCക്കാണോ പെട്ടെന്ന് വന്നാൽ ഞങ്ങൾ കുടുങ്ങില്ല? അല്ല, ഓണം എക്സാം മുതൽ തന്നെ ഇത് പ്രാവർത്തികമാക്കുന്നുണ്ട് മക്കളെ. ഓണം എക്സാം മുതൽ തന്നെ പ്രാവർത്തികമാക്കുന്നുണ്ട്. ക്ലാസ്സിലെ ടോപ്പ് 10 ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ, കാണാപ്പാഠം തൊട്ട് തലേ ദിവസം നിങ്ങൾ പഠിക്കാനാണ് തയ്യാറാതെങ്കിൽ, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ പാരൻസിൻ്റെ മുന്നിൽ 9ാം ക്ലാസ് വരെ ടോപ്പ് 10ൽ നിന്ന് നിങ്ങൾ താഴോട്ട് പോകുന്ന അവസ്ഥ നിങ്ങളുടെ പാരൻസിൻ്റെ മുന്നിൽ വെച്ച് കാണേണ്ടി വരും. ഞാൻ ഇത് ഒരു ഉറപ്പ് പറയാണ്. ഇതെന്തിനാണ് സാർ ഇങ്ങനെ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങളെ പേടിപ്പിക്കാനാണോ? നിങ്ങളെ പേടിപ്പിക്കുന്നല്ല മക്കളെ, സത്യാവസ്ഥ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ല, എക്സാമിന് ഇനിയും സമയമുണ്ടല്ലോ, എക്സാം ആയിട്ട് പഠിച്ചാൽ മതിയല്ലോ. എക്സാമിൻ്റെ തൊട്ട് തലേന്നൊക്കെ പഠിച്ചിട്ടല്ലേ എൻ്റെ കസിൻ A+ വാങ്ങിയത്. അല്ലെങ്കിൽ അവൻ ഒരിക്കലും കുത്തിയിരുന്ന് പഠിച്ച ടൈപ്പ് ആയിരുന്നില്ലല്ലോ മക്കളെ. ഞാൻ കുത്തിയിരുന്ന് പഠിക്കാനല്ല പറഞ്ഞത്. പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട്, തൊട്ട് തലേ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കൺസെപ്റ്റ് മനസ്സിലാക്കി
ഈ പറയുന്ന 20% ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേടാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ A+കളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരില്ല. A+കളുടെ ഫ്ലെക്സ് ബോർഡുകൾ നാട്ടിലും വീട്ടിൻ്റെ മുന്നിലൊക്കെ പൊന്തി നിൽക്കുമ്പോൾ ആ ഫോട്ടോയിൽ നിങ്ങളുടെ ഫേസ് കാണാൻ കഴിയില്ല. പാരൻസ് 10 വർഷത്തോളം 12 വർഷത്തോളം നിങ്ങൾക്ക് വേണ്ടി സ്വപ്നം കണ്ടു. എൻ്റെ മോൻ്റെ ഫോട്ടോയും ഇങ്ങനെ ഫ്ലെക്സ് ബോർഡിൽ വരും, എൻ്റെ മോൻ്റെയും ഷോക്കേസിൽ ഇങ്ങനെ ട്രോഫികൾ നിറയുമെന്നുള്ള സ്വപ്നം വെറും ഇല്ലാതായി പോകും. ആ സ്വപ്നങ്ങൾ ഈ ഓണപ്പരീക്ഷയോടുകൂടി ആയുസ്സില്ലാതായി പോവാണ്. പക്ഷേ അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ പറയുന്നത്. മക്കളെ, നമ്മളെ കൂടെ നിങ്ങൾ കൂടിക്കോ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് നീ എജുപോർട്ടിൻ്റെ കൂടെ കൂടിയാൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടിയാലൊന്നല്ല. നമ്മൾ നിങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് വരുന്നത്. കാരണം നിങ്ങൾക്ക് നമ്മുടെ കൂടെ ഓരോ ദിവസത്തെയും ലൈവ് കണ്ടു കഴിഞ്ഞാലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും. ഇനി നമ്മുടെ ലൈവ് കണ്ടില്ലെങ്കിലോ കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിലിരുന്നായിട്ടാണെങ്കിലും ഈ വീഡിയോ കണ്ടത് മുതൽ പഠിച്ചു തുടങ്ങിക്കോളൂ. പാരൻസ് മീറ്റിങ്ങിൽ പാരൻസിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. നിങ്ങൾക്ക് വേണ്ടെങ്കിലും നിങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പണിയെടുത്ത് തുടങ്ങിക്കോ മക്കളെ. ഇത് എൻ്റെ മാത്രം വാക്കല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഞാൻ പറയുന്ന വാക്ക് മാത്രമല്ല, ഇത് കേരളത്തിലെ ഓരോ വ്യക്തികളും നിങ്ങളുടെ പാരൻസിന് വേണ്ടി പറയുന്ന വാക്കാണെന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. യെസ്, നമുക്ക് അടിപൊളിയാക്കണം മക്കളെ. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും പേടിപ്പിക്കാനല്ല, സത്യാവസ്ഥ മനസ്സിലാക്കി തന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ മാഷും ടീമൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിങ്ങനെ നിൽക്കുന്നത്. ഓണം എക്സാം നമ്മൾ കളറാക്കും, അടിപൊളിയാക്കും. ഏത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാലും എങ്ങനെ ടഫായി കഴിഞ്ഞാലും നമുക്ക് യാതൊരുവിധ പ്രശ്നമില്ല. കാരണം ടെക്സ്റ്റിൻ്റെ പുറത്തുനിന്ന് എന്തായാലും ചോദിക്കില്ലല്ലോ, അത്ര കണ്ടാൽ മതി. അപ്പം മക്കളെ, വീണ്ടും കാണാം. ബൈ.